അതുപോലെ ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ പ്രിയപ്പെട്ടവരെ ശനിയാഴ്ച രാത്രി ഗൂഡല്ലൂരിൽ വയലു പറഞ്ഞു. മണിക്കൂറുകളോളം മജ്ലിസിൽ വയലു പറഞ്ഞു. മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ബഹുമാന്യനായ ഹാഫിള് മസ്ഊദ് സഖാഫി, ഖബറല്ലാഹു സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. അങ്ങനെ പുലർച്ചെയാണ് വീട്ടിലേക്ക് എത്തുന്നത് 4 മണിക്ക്. ഞായറാഴ്ച രാത്രി കാസർഗോഡ് ജില്ലയിലാണ് വയലു പറയാനുള്ളത് ഏറ്റതാണ്. അദ്ദേഹത്തിൻ്റെ വയലൊക്കെ കേട്ടവരും അത് ആസ്വദിച്ചവരും അനുഭവിച്ചവരും പലരും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. എന്തൊരു റാഹത്തുള്ള സംസാരമാണ്, പുഞ്ചിരിയോടുകൂടെയുള്ള സംസാരം. ആ സംസാരത്തിൻ്റെയൊക്കെ വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ആരും കുറ്റം പറയൂല. ഇന്നിപ്പോൾ ആളുകൾക്ക് താല്പര്യം തെറി വിളിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന, ആക്ഷേപിക്കുന്ന ആ നിലയിലുള്ള വയലുകളാണ്. അതിനെ ആളെ കിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെയൊക്കെ വരുന്നവർ പടച്ചോനെ വലിയ തൗഫീഖുള്ളവരാണ്. ഇത് വേറൊന്നും വിജയിപ്പിക്കാൻ വരുന്നവരല്ല, ഒരു സംഘടന വിജയിപ്പിക്കാനോ ആ ലക്ഷ്യമൊന്നുമല്ല. ഇവിടെ ഒരു നിയ്യത്ത് നന്നാക്കി വരുന്നവരാണ്. ആ മനുഷ്യൻ അതെപ്പോഴും ഓർമ്മപ്പെടുത്തും, പണ്ഡിതന്മാരാരും നിങ്ങൾ കുറ്റം പറയരുത്, സാദാത്യങ്ങൾ നിങ്ങൾ കുറ്റം പറയരുത്. അവരൊക്കെ നമ്മൾ കുറ്റം പറയണമെങ്കിലും അളക്കണമെങ്കിലും തൂക്കണമെങ്കിലും അവരെക്കാൾ അപ്പുറത്ത് നമ്മൾ എത്തണ്ടേ. ഇതൊന്നുമില്ലാത്ത നമ്മൾ ഒരു കാര്യമില്ലാതെ അവരെ കുറ്റം പറഞ്ഞാൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പടച്ചോനെ അതുമായിട്ട് അവരങ്ങ് പോകും, നമ്മൾ അക്കൗണ്ട് കാലിയാവും. അങ്ങനെ നല്ല നല്ല നസീഹത്തുകളൊക്കെ നൽകിയ ആ മനുഷ്യൻ ഖബറിലാണിന്ന്. എത്രയോ വയലുകൾ ഏറ്റിട്ടുണ്ടാവും. റമളാനൊക്കെ വരികയല്ലേ, എല്ലാ ദിവസവും എന്ന് പറയുന്നത് പോലെ പ്രഭാഷണങ്ങളൊക്കെ ഏറ്റിട്ടുണ്ടാകും. പക്ഷേ ഖബറിലെത്തി. മനുഷ്യൻ ഇത്രയേ ഉള്ളൂ. നാളെ പിറ്റേന്ന് ഖബറിൽ കിടക്കേണ്ട നമ്മൾ ഇന്ന് മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാക്കുകളോ പ്രവർത്തനങ്ങളോ ചെയ്യരുത്. അപ്പോൾ ഒരിത്തിരി സ്ഥലമൊക്കെ വിട്ടുകൊടുക്കാണ്ടെങ്കിൽ അതൊക്കെ വിട്ടുകൊടുത്ത് ഖബർ പ്രതീക്ഷിച്ച് റാഹത്തിന് വേണ്ടി ചെയ്താൽ അതൊക്കെ റമളാനിലായാൽ ഏറെ നന്നാവും. ശ്രദ്ധിക്കുന്ന നല്ലതാണ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. വിട്ടുവീഴ്ചയുടെ മനസ്സല്ലാഹു തരട്ടെ. പൊരുത്തപ്പെട്ടു കൊടുക്കാനുള്ള മനസ്സല്ലാഹു തരട്ടെ.